everyone. നമുക്കിന്ന് സ്റ്റാർട്ടിംഗ് നോഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഹെഡ് നോഡ് തന്നിട്ടുണ്ടാകും. എന്നിട്ട് ആ ലിങ്ക് ലിസ്റ്റിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് ആൻസറായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. സൈക്കിൾ ഇല്ലെങ്കിൽ നമ്മൾ നണ്ണ് റിട്ടേൺ ചെയ്യും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 1, 2, 3, 4, 5, 6. ഇവിടെ 3, 4, 5, 6, 3 ഒരു സൈക്കിളാണ്. സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണ്? 3 ആണ്. അതുകൊണ്ട് നമ്മൾ ആൻസറായിട്ട് 3 റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1, 2, 3. ഈ ലിങ്ക് ലിസ്റ്റിൽ സൈക്കിൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആൻസറായിട്ട് നണ്ണ് റിട്ടേൺ ചെയ്യും. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6. ഇവിടെ 3, 4, 5, 6, 3 ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് 3 ആണ്. അതുകൊണ്ട് ആൻസറായിട്ട് നമുക്ക് വേണ്ടത് 3 ആണ്. സ്ലോ ആൻഡ് ഫാസ്റ്റ് പോയിൻ്റർ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. ആദ്യം നമ്മൾ സൈക്കിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. സൈക്കിൾ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മൂവ് ചെയ്യും, ഫാസ്റ്റ് പോയിൻ്റർ 2 സ്റ്റെപ്പ് മൂവ് ചെയ്യും. സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും ഒരേ നോഡിൽ മീറ്റ് ചെയ്ത സൈക്കിളുണ്ട്. നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം. സൈക്കിൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോ പോയിൻ്ററിനെ നമ്മൾ 1 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്ത് ഈ ഫൈല് മീറ്റ് ചെയ്തു സ്ലോ പോയിൻ്ററിനെ. ഇപ്പോൾ സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും ഒരേ നോഡിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലിങ്ക് ലിസ്റ്റിൽ സൈക്കിളുണ്ട്. സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ടിംഗ് നോഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് സൈക്കിൾ കണ്ടുപിടിക്കണം. അന്നേരം നമ്മൾ ഈ സ്ലോ പോയിൻ്ററിനെ ഹെഡ് നോഡിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും ഇനി 1 സ്റ്റെപ്പ് ആയിരിക്കും അറ്റ് എ ടൈം മൂവ് ചെയ്യുക. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ വീണ്ടും 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. സ്ലോ പോയിൻ്റർ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിൻ്റർ വീണ്ടും 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഇപ്പോൾ സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും മീറ്റ് ചെയ്ത ആ നോഡായിരിക്കും നമ്മുടെ ലിങ്ക് ലിസ്റ്റ് സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ്. 3 ആണല്ലോ ഇതിൻ്റെ ആൻസർ. സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും ഇപ്പോൾ 3ലാണ് മീറ്റ് ചെയ്തത്. അതുകൊണ്ട് ആൻസർ 3 ആണ്. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. def detect cycle head if not head or not head dot nest. ഹെഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് ഡോട്ട് നെസ്റ്റ് ഇല്ലെങ്കിൽ. നോട്ട് ഹെഡ് ഡോട്ട് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡേ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലുള്ളൂ. ആ ഒരു നോഡിൽ സൈക്കിൾ ഇല്ല. ഈ 2 കേസസിലും നമ്മൾ ഹെഡ് റിട്ടേൺ ചെയ്യും. സ്ലോ ഈക്വൽ ടു ഫാസ്റ്റ് ഈക്വൽ ടു ഹെഡ്. വൈൽ ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ് സ്ലോ ഈക്വൽ ടു സ്ലോ ഡോട്ട് നെസ്റ്റ്. സ്ലോയിനെ 1 സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യുക. ഫാസ്റ്റിനെ 2 സ്റ്റെപ്പ്. ഫാസ്റ്റ് ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ്. ഇഫ് ഫാസ്റ്റ് ഈക്വൽ ടു സ്ലോ. ഫാസ്റ്റ് പോയിൻ്ററും സ്ലോ പോയിൻ്ററും മീറ്റ് ചെയ്താൽ സ്ലോ ഈക്വൽ ടു ഹെഡ്. സ്ലോയിനെ നമ്മൾ ഹെഡ് പോയിൻ്ററിലോട്ട് മൂവ് ചെയ്യും. വൈൽ സ്ലോ നോട്ട് ഈക്വൽ ടു ഫാസ്റ്റ്. സ്ലോ ഈക്വൽ ടു സ്ലോ ഡോട്ട് നെസ്റ്റ്. ഫാസ്റ്റ് ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ്. സ്ലോയെ ഹെഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലോയെയും ഫാസ്റ്റിനെയും 1 സ്റ്റെപ്പ് ആയിരിക്കും മൂവ് ചെയ്യുക. സ്ലോ ഈക്വൽ ടു ഫാസ്റ്റ് ആവുന്ന ആ പോയിന്റിൽ നമ്മൾ സ്ലോയെ റിട്ടേൺ ചെയ്യും. സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നണ്ണിനെ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1.